ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ സിസ്റ്റർ ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ആദ്യം പോകുന്നത് ഹൈലൈറ്റ് മോളിലേക്കാണ്. ഇവിടെ ഞാൻ ആദ്യം കൊണ്ടുപോകുന്നത്. സോ ലെറ്റ്സ് ഗോ ആൻഡ് എക്സ്പ്ലോർ. തണുപ്പായതുകൊണ്ട് ഭയങ്കര തണുപ്പായതുകൊണ്ട് ഈ ഒരു സാധനം എപ്പോഴും പൂരത്തിന് പോയതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരമായി. 3 സാധനം കിട്ടി. സാധാരണ എല്ലാവരും മറ്റേ ഫാനൊക്കെ കൊണ്ടാണ്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് വിഷറി ഉണ്ട്. സോ നമ്മൾ എത്തിയിരിക്കുകയാണ് വീണ്ടും ഹൈലൈറ്റ് മോളിലേക്ക്. നമ്മൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് അമ്മൂമ്മയൊക്കെ വന്നതുകൊണ്ട് നമ്മൾ തുടരും സിനിമ നമ്മൾ ഞായറാഴ്ച കാണാൻ പോകുന്നതായിരിക്കും. ആക്ച്വലി ഇവരുടെ സെക്കൻഡ് ഇന്നിങ്സ് ആണ് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. ഇവർ ഓൾറെഡി കണ്ട സിനിമ. ഇവിടെ എത്തിയിരിക്കുകയാണ്. പാർക്കെല്ലാം ചെയ്തിട്ട് നമ്മൾ ഇനി മോളിലേക്ക് കിടക്കുകയാണ്. എത്തിയിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ ലേഡീസിന്റെ ടോയ്ലറ്റിന് നിങ്ങൾ എന്താ ബോയ്സ് വന്നിരിക്കുന്നത്? ഐഫോൺകാരാണ്. ഐഫോണിൽ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്താ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഐഫോൺ ആൾക്കാർ, ലോക്കൽസ്. ഇവന്മാരിത് എന്താ ഓട്ടമാണ്. ആൻഡ് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ മോൾ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് ഹൈലൈറ്റ് മോൾ. ഇവർക്കും ഇഷ്ടപ്പെട്ടു. ഡ്രസ്സൊക്കെ എടുത്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിഷുവിന് ഞാൻ ഇവർക്കൊന്നും കൊടുത്തില്ല. അപ്പോൾ ഐ ഡോണ്ട് ലെറ്റ് മീ ബൈ സംതിങ്. കൊള്ളാം, എടുത്ത് ഒപ്പിച്ച്. ഞാൻ ചുരിദാറൊക്കെ പറഞ്ഞെടുക്കുകയാണ്. ഫൈനലി ഷീ ബ്രോട്ട് സാരി. അല്ല സോറി സാരി അല്ല, ഒരു മസ്കിയാണ് എടുത്തത്. മമ്മി അവസാനം മാക്സിയിലേക്കാണ്. സോ ഇതൊരു നല്ല കളറാണ് കേട്ടോ. കൊള്ളാറ്. നമ്മളിതിനകത്ത് പോകുന്നതിനകത്ത് സ്റ്റെപ്പില്ല. അപ്പം നമ്മൾ സൂക്ഷിച്ച് വേണം പോകാൻ. തെന്നി പോകരുത്. ഡെയിലിയിലേക്കാണ്. ഇവിടെ എല്ലാ സംഭവങ്ങളും കിട്ടും. നമുക്കൊന്ന് ജസ്റ്റ് കയറി നോക്കാം. എല്ലാം വരുന്നു. എല്ലാവരും അല്ലേ? നമ്മൾ മെയിൻ സംഭവത്തിലേക്ക് പോവാണ്. നമ്മുടെ വേറെ അറിവേ ഫുഡ് കോർട്ട്. ഓ യാ, നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോവാണ്. നമുക്കിനി ഭക്ഷണം കഴിക്കാം. ദാറ്റ്സ് ദ മെയിൻ തിങ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് എക്സ്പ്ലോർ ദ ഫുഡ്സ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ക്ലോസിങ് ടൈം. നമ്മൾ വളരെ ലേറ്റായിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. ഇവർ പറയുന്നത് ഈ ഫേവ് റോൾസ് ഒന്ന് ട്രൈ ചെയ്താലോ എന്ന്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. എന്താണ് ഇതിൻ്റെ കിച്ചൺസ്? എന്താടാ ഭയങ്കര വിലയാണോ? ശരി, അവർ അതേ സ്പീഡിൽ തിരിച്ചു പോയി. ഭയങ്കര വിലയാണെന്ന് പറയാം. പിന്നെ ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് വിചാരിച്ചത്. ഇവിടെയാണ് ട്രൈ ചെയ്യുന്നത്. പിസ്സ 99. ഇവിടെ നമ്മളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് തന്തൂരി ചിക്കൻ ആൻഡ് മെക്സിക്കൻ സർപ്രൈസ്, ഒരു മാർഗരീറ്റ ആൻഡ് ഗ്രീൻ ആപ്പിൾ, പിന്നെ ഫിസി കിവി ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്ഥലത്ത് ഇരുന്നു കുറേ നേരമായി. ബാംഗ്ലൂരിൽ ഒരുമിച്ച് ഓരോ മോൾസിൽ വന്നിട്ട് നമ്മളിപ്പോൾ തൃശ്ശൂരിൽ വന്നിട്ട് വീണ്ടും ആ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ബട്ട് അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല അല്ലേ? യു ഫീൽ ദാറ്റ് ഇറ്റ്സ് സെയിം ലൈക്ക് ബാംഗ്ലൂർ. തൃശ്ശൂർ ഇസ് ആക്ച്വലി ഗുഡ്. ആൻഡ് നമ്മളൊരു കാര്യം നമ്മൾ അവിടുത്തെ മോളിൽ കണ്ടിട്ടില്ല. നോക്കവിടെ ബുക്സിൻ്റെ ഇതും ഇവിടെ ഉണ്ട്. സോ ഇങ്ങനെ മോൾസിലൊക്കെ ബുക്സ് ഇവിടെ ഉള്ള മിക്കതിലും ഉണ്ട്. ആണോ? ഓക്കെ, കഴിക്കാം ഗൈസ്. നമ്മുടെ ഓർഡർ എല്ലാ സംഭവം വന്നിട്ടുണ്ട്. നമ്മുടെ ഇത് രണ്ടും അതേ സെയിം ആയതുകൊണ്ട് വിലോന്നോ വെച്ചു. കിവി ആൻഡ് ഗ്രീൻ ആപ്പിൾ ഏതാണെന്ന് അറിയില്ല. കുടിച്ചു നോക്കാം. എനിക്ക് ചെടി വെക്കാമല്ലോ. എന്തായാലും എനിക്ക് ചെടി വെക്കാൻ കുറേ സംഭവങ്ങൾ കിട്ടി. ഇതെന്താ സംഭവം? അതാണോ തന്തൂരി? അത് മാർഗരീറ്റ. അത് വെജിൻ്റെ ഒരു ഇതാണ്. സോ എവറിബഡി ഷെയർ. സോ ഗൈസ്, ഇത് വളരെ ടേസ്റ്റിയാണ്. ഐ ലൈക്ക്. വളരെ തിൻ പിസ്സയാണിത്. നല്ല ടേസ്റ്റി ആൻഡ് യമ്മി. നമ്മൾ കുറേ നാളായിട്ട് ഈ ഒരു പാട്ട് ഇടണമെന്ന് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. സമാധാനം ഇല്ല ഇതിന്. സോ ഗൈസ് ലെറ്റ്സ് മൂവ്. കഴിഞ്ഞില്ലേ? വാ പോവാം, നമുക്ക് പോടാ കുഞ്ഞാ. വയ്യ, വാ നമുക്ക് പോവാം.
സോ നെക്സ്റ്റ് നമ്മൾ പോകുന്ന ഇവിടുന്ന് നേരെ നമ്മുടെ വടക്കുന്നാഥൻ തൃശ്ശൂർ റൗണ്ടൊക്കെ അമ്മൂനൊന്ന് കാണണം. നമ്മളിനി ഇവള് കാണുന്ന എക്സ്ക്യൂസ് മീ ഈ കാണുന്നതിന് മുന്നേ കണ്ടവളാണ്. അവള് കണ്ടവളാണ്, പക്ഷെ അവൾക്ക് ഒന്ന് കാണണമെന്ന് ആഗ്രഹം. അപ്പോൾ നമ്മൾ പോവാണ്. ഇവനാണെങ്കിൽ ഐസ്ക്രീം വീട്ടിലുണ്ട്. കാണുന്നതാണ് ശക്തൻ തമ്പുരാന്റെ സ്റ്റാൻഡ്. ഇവിടെ ആയിരുന്നു അച്ഛനെ നമ്മൾ കയറ്റിയിട്ട് അല്ലേ? ബസ്സുകൾ വരുന്നത്. ഇവിടെ നിന്നിട്ട് ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചായിരുന്നു. ഒടുക്കത്തെ വിലയാ. ഇതാ സുരേഷ് ഗോപി പണിഞ്ഞ. പക്ഷേ ഇത് ശക്തൻ തമ്പുരാന്റെ സ്റ്റാൻഡ് അല്ല, പൊട്ടി. അതല്ലെന്ന് മമ്മി ചോദിച്ചു, ഇതാണ് സുരേഷ് ഗോപി പണി. മമ്മി ചോദിക്കുന്നത് ഇതാണ് സുരേഷ് ഗോപി ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. സുരേഷ് ഗോപി ഉണ്ടാക്കിയതല്ല, അവന്റെ നിയന്ത്രണത്തിൽ കറക്റ്റ്. ഓക്കെ, നിയന്ത്രണത്തിൽ വന്നതാണ് ഗൈസ്. ഒന്നും അറിയില്ല, പൊട്ടത്തേ മമ്മി അല്ലേ ചോദിച്ചത് ഇതാണോ സുരേഷ് ഗോപി ഉണ്ടാക്കിയത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എവിടെ നിന്നാണ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? എനിക്കിവിടെ ഒന്നും അറിയില്ല. 2-3 വട്ടമൊക്കെ നമ്മൾ എപ്പോഴും വരുവാണെങ്കിൽ ഓക്കെ. അപ്പൊ ഇതാണ് സ്റ്റാൻഡ്. ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ ഇവിടെ അടുത്ത് തന്നെ ഇഷ്ടം പോലെ ലോഡ്ജാണ് ഉള്ളത്. അപ്പം വന്നു കഴിഞ്ഞാൽ റൂമിന് നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടേണ്ടി വരില്ല. അതെ അതെ. ഞാൻ എൻ്റെ കൂട്ടുകാർ കർണാടകയിൽ കിടപ്പുണ്ട്. ബാംഗ്ലൂരിൽ അവർ വരുമ്പോൾ അവർ വിഷമിക്കേണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതേ ഫാസ്റ്റ് ഫുഡ് തട്ടുകടയൊക്കെ ഇവിടെ ഉണ്ടോ? ഇപ്പൊ എന്റെ വയറും ഫുള്ള. നമ്മൾ വടക്കുന്നാഥന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് ഇത് നല്ല ഓർമ്മയുണ്ട്. നമ്മൾ ഇതുവഴി സൂഡിയോന്റെ അതുവഴിയാ വന്നേ. എന്നിട്ട് ഇവിടെയാണ് എന്താ ഗണപതി അമ്പലത്തിന്റെ അതുവഴിയൊക്കെ വരിക. ഇവിടെ നിന്നൊക്കെ ആന നടന്നു പോയിട്ടുണ്ട്. ഓ, നേരത്തെ ഇതൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞ് അന്നേരം ഇതുപോലൊക്കെ ആയിരുന്നു. ആണല്ലേ? അതെ, ഇതൊന്നും അയച്ചിട്ടൊന്നുമില്ല. റൗണ്ട് സ്റ്റാർട്ടായി ഗൈസ്. ആന എവിടുന്നാടാ ഇടഞ്ഞ്? അച്ചു ഭയങ്കര ഓട്ടോ ആയിരുന്നു. അച്ചുവിന്റെ പടം വന്നായിരുന്നു. അവനൊരു ബ്ലാക്ക് ഷർട്ട് ഒക്കെ ഇട്ട് ഓടുന്നത് ഞാൻ കണ്ടു. അപ്പു ആ വെടിക്കെട്ടിന്റെ ആ മതിലാണോ കയറുന്നത്? ആനെ കണ്ട്. ഓഹോ, ആനപ്പിണ്ടോ? ആനപ്പൂരം ആണല്ലേ? ഞാൻ വളക്കുന്നതിൽ 2 പ്രാവശ്യം മാത്രം വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുന്നിൽ. എനിക്ക് ആക്ച്വലി ഒരു റീൽ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ആ മറ്റേ മോഹൻലാലൊക്കെ ഇരിക്കുന്ന ആ ഒരു ആൽമരത്തില് അവിടെ സെറ്റ് മുണ്ടൊക്കെ കൊണ്ടുവന്നു. നമുക്കൊരു ദിവസം വന്നാലോ? നീ ഒരു വീക്കെൻഡിൽ വാ, നമുക്ക് വരാം. ചേട്ടാ ഞങ്ങളെ ഒന്ന് കൊണ്ടുവരണം, ഞങ്ങൾക്ക് ഒരു റീൽ എടുക്കണം. അന്ന് നമ്മള് ഒരു ദിവസം നീ പോകുന്നതിന് മുന്നേ വാ. അപ്പൊ നമുക്ക് ഒരു ദിവസം ഇവിടെ എവിടെ ഓ ഇവർ ആന ഇടഞ്ഞപ്പോ ഈ വീട്ടിലേക്കാണ് ഇവർ ഓടി കയറിയത് ഗൈസ്. അല്ല, ആന വരുന്ന പോട്ടെ, അവിടുന്ന് വെടിക്കെട്ട് വേറെ. വെടിക്കെട്ടിന് അതായി പോയത്. നീ ഇവിടെയോ? ഇവൻ ആനയെന്ന് കേട്ടപ്പോൾ അവൻ ഓടി. അത് ഇടഞ്ഞൊന്നും കേട്ടില്ല, അവൻ ഓടി. പിന്നീട് നിങ്ങൾ അങ്ങോട്ടും കൂടെ കോൺടാക്ട് ചെയ്തോ? നീ എവിടാ? നീ ജീവനോടുണ്ടോ? ഓ, ഇവിടൊക്കെയാണ് അവർ കിടന്നത്. എടി 10:30 പോയിട്ട് വെളുപ്പിനെയാ വന്നേ. 6 മണിക്കാണ് തിരിച്ചു വന്നേ. ഞാൻ പറഞ്ഞില്ലേ വെടിക്കെട്ട് നമ്മുടെ വീടിന്റെ ജനൽ കുലുങ്ങുന്നുണ്ടായിരുന്നു ഇവിടുത്തത്. ഞാൻ വിചാരിച്ചു ഇവിടാണോ അതിന്റെ അത്രയ്ക്ക് വലിയ ഇതായിരുന്നു ഇമ്പാക്ട്. പക്ഷേ റൗണ്ടിലെ കിടന്ന് ചുറ്റുന്ന നീ മനസ്സിലാക്കി കണ കൊണാന്ന് പറയുന്നത്. അത് തന്നെ നിങ്ങൾ പറയുന്നത് ഈ വ്ളോഗിലുണ്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ.
എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അതും എവിടെ നോക്ക അവിടെ സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട് ഇപ്പോഴും അവര്. ഇനി നമ്മൾ പോകുന്നത് പാറമേക്കാവ്. നല്ല രസമുണ്ടല്ലേ കാണാൻ, നല്ല ഇതാണ് പാറമേക്കാവ്. ഇത് നമ്മുടെ വടക്കുന്നാഥ് ഓപ്പോസിറ്റ് അമ്മ. ഇതിവിടെ അതെവിടെയാ പിന്നെ ക്രമേശ്വരം വന്ന സംഭവം അല്ലാണ് ഗൈസ്. പാറമേക്കാവ് സോ ബ്യൂട്ടിഫുൾ അല്ലേ കാണാൻ, വെരി ബ്യൂട്ടിഫുൾ. കാണാനൊക്കെ നല്ല ചന്ത. പാറമേക്കാവ് ദേവസ്വം. സോ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ വടക്കുന്നാഥൻ ടെമ്പിൾ. അവിടെ ഇപ്പോഴും അതിന്റെ ഫെയറും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. അയ്യോ നല്ല വ്യൂ ആയിരുന്നു, അത് എനിക്ക് കാണാൻ പറ്റും. ആ അമ്പലത്തിന്റെ പടക്കപ്പലൊക്കെ പൊട്ട ഇതൊക്കെ ഉണ്ട്. ഇവിടൊക്കെ ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെയാ കുഞ്ഞാന്ന് വന്നേ. ആ കുഞ്ഞൂട്ടന് ഇപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ ഇവിടെ അന്ന് തൃശ്ശൂർ പൂരത്തിന് വന്നേ. ഇതിന്റെ അകത്തോട്ട് കയറാൻ പോവാണ്. ആ ഗൈസ് നിങ്ങൾ കേട്ട് കാണല്ലോ മമ്മി പറഞ്ഞത്. ഇപ്പൊ സമയം 10:30 ഈ 10:30 നമ്മൾ അതെ നല്ല നിലാവുള്ള രാത്രിയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അത് ടോർച്ചല്ല, ദാറ്റ് ഇസ് മൂൺ, ഫുൾ മൂണാ നോക്ക്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഭയങ്കര തിരക്കില്ലാത്തൊരു പിന്നെ വളരെ കാലൊന്നും സ്ഥലമില്ല, അത്രയ്ക്ക് മനുഷ്യനാണ്. പാർക്കിംഗ് ഒക്കെ ഇവിടെയാണ്. എല്ലാം മമ്മി റോഡിലൊക്കെ ഉണ്ടായിരുന്നു. ആ ഒന്നിച്ചായപ്പോ നമ്മൾ കണ്ടില്ലേ ആ ഗോപുരം പോലത്തെ, അവിടെ നിന്നാണ് ഇങ്ങനെ എഴുന്നള്ളത് പോലെ. അതൊക്കെ ഓരോ ഇതാണ്. എല്ലായിടത്തും ഉണ്ടായിരുന്നു പന്തലിട്ട്. ഈ സ്ഥലത്തൊക്കെ നിന്നിട്ട് അവര് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഞാനും മമ്മിക്ക് വീഡിയോ കോൾ ചെയ്തപ്പോ ഒക്കെ. സോ നമ്മൾ ഈ രാത്രി സമയത്താണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം അധികം തിരക്കൊന്നുമില്ല, നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കാണാം. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. എക്സിബിഷനൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ബട്ട് ഇപ്പോൾ ഇത് ഓപ്പൺ ആണോ എന്ന് ഐ ഡോണ്ട് നോ. ജസ്റ്റ് സീ എല്ലാം കഴിഞ്ഞു കേട്ടോ, ഫിനിഷ്. നമ്മൾ വളരെ നേരത്തെയാണ് എത്തിയിരിക്കുന്നത്. വെള്ളമോ കുഞ്ഞാതാ ഇതൊക്കെയാണ് ഇവിടെ. എനിക്കൊന്ന് ഫ്രഷ് ലൈൻ സോഡയൊക്കെയാണ്. ഇവന് വല്ലതും മനസ്സിലാവുന്നുണ്ടോന്ന് അറിയത്തില്ല. കോക്ടെയിലുണ്ടോ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുന്നു. അച്ചു ആകെ കൺഫ്യൂസ്ഡ് ആയി, എന്ത് കുടിക്കണമെന്ന് അറിയുന്നില്ല. അവസാനം ലാസ്റ്റ് സർവത്തിലാണ് അവർ എത്തിയിരിക്കുന്നത്. നിങ്ങൾ അതും കഴിച്ചോണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ ഫ്രഷ് ലൈം, പിന്നെ അത് തന്നെ ഓർഡർ ചെയ്യുന്നു. പൊട്ടത്തരം കാണിക്കുന്നു. അത് തന്നെ, എനിക്കൊന്നും വേണ്ട. ചെറുതായിരുന്നു, ഞാൻ വളരെ ലേറ്റ് ആയി. ബൂസ്റ്റ് ട്രൈ ചെയ്ത് എങ്ങനെയുണ്ട് ടേസ്റ്റ്? ബൂസ്റ്റ് കൊള്ളാമോ ആദി? ആ മനസ്സിലായി, ടേസ്റ്റ് സൂപ്പറാണ്. അതുകൊണ്ടാണ് നോൺ സ്റ്റോപ്പായിട്ട് കുടിക്കുന്നത് അവൻ. നമുക്ക് നോക്കാം. അടുത്ത കുലുക്കി സർബത്ത് കണ്ടോ? അതെ അതെ ഏതാ ഇതെന്തുവാ മണി? ഗ്രീൻ ആപ്പിളോ? ചില്ലി പോലെ ഉണ്ട്. ചില്ലി അല്ല അതിതാ ടേസ്റ്റ് ചെയ്യുന്നത്. ബൂസ്റ്റ് എനിക്ക് വേണ്ട. ബൂസ്റ്റ്
കഴിച്ചു കുടിച്ചു. മുളകാ ആ കുടിക്കാനാ. കൊള്ളാലോ. പച്ചമുളകും നാരങ്ങയൊക്കെയാണ്. ഗ്രീൻ ആപ്പിൾ. പച്ചമുളകല്ലേ കുറച്ചും കൂടെ കഴിച്ചോ. ആ പച്ചമുളകിലേക്ക് ഊതി കുടിച്ചു. ഷേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. മധുരം ഒട്ടും ഇഷ്ടമല്ലാത്തവൾ ഇതാ കഴിക്കാൻ മേടിച്ച സാധനം കണ്ടില്ലേ, മാംഗോ ഷേക്ക്. കഴിച്ചോ? ഓ മമ്മിക്ക് ഇഷ്ടമല്ലേ നട്ട്സ്? എനിക്ക് മനസ്സിലായി. ഇവളെല്ലാം വേറെ ആൾക്കാരെ ഏൽപ്പിക്കും കേട്ടോ ഗൈസ്. അവ തുപ്പുന്നു. നീ താഞ്ഞ ഞാൻ കഴിച്ചോ. മധുരമില്ല. ഞാൻ മധുരം ഇപ്പൊ മനസ്സിലായി ഷേക്കിന് മധുരം ഇല്ലാതെ മേടിച്ച ഒരു വ്യക്തിയാണ്. ഇപ്പൊ അയാളോട് പറയാ ചേട്ടാ കുറച്ച് മധുരം ഇട്ട് തരുമെന്ന്. അവർ 1000 വട്ടം പറഞ്ഞു മധുരം ഇട്ട് കഴിച്ചാൽ മതി. അവള് കേട്ടില്ല. ഇപ്പൊ അവള് തന്നെ പറയാം മധുരം ഇട്ട് ആ ചേട്ടാ പ്ലീസ്. പാവാ ചേട്ടൻ ഇപ്പൊ രണ്ടാമത് അടിച്ച് അവൾക്ക് വേണ്ടി കൊടുക്കുക. കണ്ടില്ലേ, ഇതാണ് ഇരട്ടിപ്പണി എന്നൊക്കെ പറയുന്നത്. ആ മനുഷ്യനായതുകൊണ്ട് കേട്ടോ അയാളുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. തെറി വിളിക്കണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, വിഡ്ഢിയാന്ന് മനസ്സിലായി അവള്. മഹേഷേട്ടാ എന്താ സത്യ ഞാനീ പറയുന്നത്. ചെല്ല് പോയി മേടിക്കും. എന്തൊക്കെയോ പറയുന്നത് വേണ്ടായിരുന്നു എന്നൊക്കെ. വീണ്ടും കൂട്ടിയോ? ഇതെനിക്ക് നോക്കട്ടെ. ഇനിയിപ്പോ മധുരം അവര് കണ്ടോ മധുരം ഇല്ലാതെ മാംഗോ ഇഷ്ടമല്ലാന്ന്. അയ്യോ ഇവന്റെ മൂഡ് ഇന്ന് ശരിയല്ല. ഓ സോറി, നിനക്ക് തമാശ മനസ്സിലാവാത്ത പ്രായമാണ്. സോറി കുഞ്ഞമ്മേന്റെ മോൻ കുച്ചോ കുച്ചോടി. നല്ല ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട് അല്ലേ? അതാ പറഞ്ഞേ ഇടയ്ക്കൊക്കെ മധുരം കഴിക്കണം. അപ്പോൾ ഗൈസ് ഞങ്ങളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിപ്പം ദേ ഏകദേശം നെക്സ്റ്റ് ഡേ ആവാൻ പോയി. 12 മണിയായി. ഇനി നമ്മൾ വീട്ടിൽ കയറണം. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ ഇന്നത്തെ എനിക്കൊന്ന് ഈവനിങ് അല്ലേ നന്നായി. അതെ, അപ്പൊ വീണ്ടും ഇനി അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺ ഗൈസ്. ഇവൻ പറഞ്ഞു ഒരു വീഡിയോ പോലും വല്യമ്മ എടുക്കാൻ പാടില്ല. അവന് ഇഷ്ടമല്ല വീഡിയോ എടുക്കുന്നത്. നമ്മൾ വടക്കുന്നാഥന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ അമ്മു പറയുന്ന ഒരു ഫോട്ടോ എടുക്കാന്ന്. ഇത് ഞാൻ ഇടയിൽ കയറ്റൂടി. എന്ത് രസാ നോക്കൂ ചന്ദ്രൻ. ബ്യൂട്ടിഫുൾ അല്ലേ ഈ ഒരു വ്യൂ. ഫുൾ മൂൺ ആൻഡ് യു ഹാവ് ദ വടക്കുന്നാഥൻ. ഞങ്ങളൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇതിനകത്ത് വേണ്ട. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ 1 2 3 സ്റ്റാർട്ട്. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും. കണ്ടു മോനെ, കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാം നിൻ ഹൃദയം. അത് ഉള്ളിലാ, ഇത് ജസ്റ്റ് ഔട്ട്സൈഡ് ആമോ. നൈസ് നോ. എപ്പോഴും വണ്ടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുന്നിൽ. പാടുവതും രാഗങ്ങൾ തീടുവതും രാഗങ്ങൾ ദേവനുമനുരാഗിയാം അമ്പലപ്രാവി. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം
അങ്ങനെ കറങ്ങാതെ പോയാ